Hello friends, welcome to our channel. അപ്പോൾ നമ്മളൊന്ന് പറയാൻ പോകുന്നത് നമ്മുടെ സാംസങ് S23 അൾട്രാൻ്റെ ഒരു റിവ്യൂ ആണ്. നമ്മളിപ്പോൾ യൂസ് ചെയ്ത് തുടങ്ങിയിട്ട് ഓൾമോസ്റ്റ് ഒരു 2 മാസം ആവാറായിട്ടുണ്ട്. നിങ്ങൾക്ക് ആക്ച്വലി ഇപ്പോഴും നമുക്ക് ആമസോണിൽ അവൈലബിൾ ആണ്. പക്ഷേ ആരെങ്കിലുമൊക്കെ സാംസങ് S23 അൾട്രാ എടുക്കാൻ പ്ലാൻ ഉണ്ടെങ്കിൽ അടുത്ത കൊല്ലത്തിനുള്ളിൽ എടുക്കാൻ മറക്കണ്ട. എന്ന് വെച്ചാൽ S25 സീരീസ് ലോഞ്ച് ആയി കഴിഞ്ഞാൽ മിക്കതും ഒരു 99% നമ്മുടെ S23 സീരീസ് ഫുള്ള് സാംസങ് സ്റ്റോപ്പ് ചെയ്യും. അപ്പോൾ എടുക്കാൻ ആരെങ്കിലും പ്ലാൻ ഉണ്ടെങ്കിൽ എടുക്കാൻ മറക്കണ്ട, ഇപ്പോൾ തന്നെ എടുക്കാൻ മറക്കണ്ട. അല്ലെങ്കിൽ ഈ ഒരു ജനുവരി ഒരു ഫസ്റ്റ് വീക്കത്തോട് കൂടി നിങ്ങളത് എടുക്കാൻ മറക്കണ്ട, ഓർഡർ ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ സാംസങ് ഇപ്പോൾ ആക്ച്വലി ആമസോണിൽ അവൈലബിൾ ആണ് സ്റ്റോക്ക്. 79,999 പ്രൈസിൽ നമുക്ക് 3 കളറിൽ അവൈലബിൾ ആണ്. അപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്നത് നമ്മുടെ വൈറ്റ് കളർ ആയിട്ടുള്ള മോഡലാണ്. ഞാൻ ആക്ച്വലി ബാക്കിൽ നമ്മുടെ ലെൻസിന് ഒരു ലെൻസ് പ്രൊട്ടക്ടർ ഒട്ടിച്ചിട്ടുണ്ടായിരുന്നു സിൽവർ കളറിൽ. അപ്പോൾ നല്ലൊരു എന്താ പറയുക ലുക്ക് വരുന്നുണ്ട് സാധനത്തിന്. അപ്പോൾ ഇതിന് ഞാൻ സ്ലിം കേസിൻ്റെ ഒരു ഭയങ്കര സ്ലിം ആയിട്ടുള്ള ഒരു കേസാണ് ഇട്ടേക്കുന്നത്. അപ്പോൾ ഞാൻ ആരും ചോദിച്ചു വരണ്ട ഇത് കേസ് ഉപയോഗിക്കുന്നതെന്ന്. ഭയങ്കര സ്ലിം ആയിട്ടുള്ള സംഭവമാണ്. നിങ്ങളൊരു സ്ലിം കേസ് നോക്കുന്നുണ്ടെങ്കിൽ അൾട്രാ തിൻ കേസ് എന്നൊക്കെ പറയില്ല, അങ്ങനത്തെ സാധനം നോക്കുന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ ഒറിജിനൽ ബ്രാൻഡഡ് സാധനം വാങ്ങിച്ച് ഉപയോഗിക്കാൻ നോക്കുക. അല്ലെങ്കിൽ ഈ 011 എന്നൊക്കെ പറഞ്ഞ് കുറേ കൂത്തറ സാധനമൊക്കെ നമ്മൾ ഇൻസ്റ്റാഗ്രാമിലൊക്കെ കാണുമ്പോൾ അതൊന്നും വാങ്ങിച്ച് ഉപയോഗിക്കാണ്ടിരിക്കുക. ഇതിനും ഓൾമോസ്റ്റ് നോക്കി അതിൻ്റെ പ്രൈസിനുള്ളത് ഒരു ഇൻ്റർനാഷണൽ ബ്രാൻഡിൻ്റെ സാധനമാണ്. ഡ്രോപ്പ് പ്രൊട്ടക്ഷൻ വരുന്നുണ്ട്, യെല്ലോയിങ് ഒന്നും ആവില്ല. അപ്പോൾ മറക്കണ്ട കേട്ടോ. അപ്പോൾ നമുക്കൊരു കോൾ വരുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസ് പറയാൻ ഞാനിപ്പോൾ ഉപയോഗിച്ച് തുടങ്ങിയിട്ട് ഞാൻ പറഞ്ഞല്ലോ ഓൾമോസ്റ്റ് ഒരു 2 മാസം ആവാറായിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസ് പറയുകയാണെങ്കിൽ നമുക്ക് ആദ്യം തന്നെ ഒരു ഇഷ്യൂ പറയാം. കുറേ പേര് ഫേസ് ചെയ്യുന്ന ഒരു ഇഷ്യൂ ആണ്. S23 ആയാലും S23 അൾട്രാ ആയാലും S24 ആയാലും. ഇതിൻ്റെ S23 സീരീസ് പ്രത്യേകിച്ച് എന്ന് വെച്ചാൽ അതിന് നമുക്ക് ഒരു കർവ് സ്ക്രീൻ വരുന്നുണ്ട് സൈഡിലായിട്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കിതിൽ ടെമ്പർ ഗ്ലാസ് ഒട്ടിക്കാനും അതുപോലെ തന്നെ അൾട്രാസൗണ്ട് ഫിംഗർ പ്രിൻ്റ് ആയതുകൊണ്ട് തന്നെ ഇപ്പോൾ ടെമ്പർ ഗ്ലാസ് ഒട്ടിച്ച് കഴിഞ്ഞാൽ ഫിംഗർ പ്രിൻ്റ് റീഡ് ആവാനുള്ള ഇഷ്യൂസൊക്കെ നമുക്ക് കുറേ പേര് ഫേസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ നോർമലി ആദ്യം തന്നെ ഒട്ടിച്ചത് ഒരു നോർമൽ മാറ്റ് ഫിനിഷ് ആയിട്ടുള്ള ഒരു സ്ക്രീൻ പ്രൊട്ടക്ടറാണ് ഒട്ടിച്ചത്. സ്ക്രീൻ ടെമ്പർ ഗ്ലാസ് അല്ല ഒട്ടിച്ചത്. അപ്പോൾ ഇത് പ്രൊട്ടക്ടർ ഞാൻ ഓഫ്ലൈൻ വാങ്ങിച്ച് ഒട്ടിച്ചാണ്. കണ്ടു ഇതിന് നമ്മൾ ടെമ്പർ ഗ്ലാസിൻ്റെ പോലെ ഡ്രോപ്പ് പ്രൊട്ടക്ഷൻ ഒന്നും വരില്ല, പക്ഷേ സ്ക്രാച്ചിൻ്റെ സംഭവമൊക്കെ നല്ലതാണ് കേട്ടോ. അപ്പോൾ അത് ശ്രദ്ധിക്കാൻ മറക്കണ്ട. മിക്ക ബ്രാൻഡുകളുടെയും നമ്മൾ ടെമ്പർ ഗ്ലാസ് ഒട്ടിക്കുമ്പോൾ ഈ ഡിസ്പ്ലേ അല്ലെങ്കിൽ നമ്മുടെ ഫിംഗർ പ്രിൻ്റ് ഇഷ്യൂ വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത് നോർമലായിട്ടുള്ള ടെമ്പർ ഗ്ലാസ് ടെമ്പർ ആയിട്ടുള്ള സ്ക്രീൻ ഗാർഡ് ഒട്ടിക്കുക കേട്ടോ. ഞാനത് ഒട്ടിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിന് നമുക്ക് ഫിംഗർ പ്രിൻ്റ് റീഡ് ചെയ്യാനൊന്നും ഒരു ഇഷ്യൂസ് ഇല്ല, സുഖമായിട്ട് തന്നെ റീഡ് ആവും കേട്ടോ. അപ്പോൾ ഇത് വാങ്ങിച്ച് ഒട്ടിക്കാൻ മറക്കണ്ട കേട്ടോ. അത് നിങ്ങൾക്ക് ഓഫ്ലൈൻ പോയാലും കിട്ടും. അപ്പോൾ ഓൺലൈൻ നിങ്ങൾക്ക് ഒട്ടിക്കാൻ അറിയില്ലെങ്കിൽ ഓഫ്ലൈൻ പോയിട്ട് ഒട്ടിച്ചാലും മതി. അപ്പോൾ എനിക്ക് ചെറിയ കോൾഡും സംഭവമൊക്കെ ഉണ്ട്, അപ്പോൾ ഒന്ന് ക്ഷമിക്കട്ടെ. അപ്പോൾ ഇതിൻ്റെ എന്തായാലും നമുക്ക് ഇനീഷ്യലി പതുക്കെ തന്നെ ഒരു ജസ്റ്റ് ഓവർവ്യൂ പോലെ തന്നെ റിവ്യൂ പറയാം. ഇനീഷ്യലി ഫസ്റ്റ് തന്നെ നമ്മൾ പറയാൻ പോകുന്നത് ഡിസ്പ്ലേ ആണ്. ഡിസ്പ്ലേ ഒരു രക്ഷയില്ല, കിടിലൻ ഡിസ്പ്ലേ. നിങ്ങൾക്കറിയാം സാംസങ്ങിൻ്റെ അവരുടെ ഹൈ എൻഡ് ഫോണുകളുടെ ഒക്കെ ഡിസ്പ്ലേ ഞാൻ പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ട ആവശ്യമില്ല. ഹൈ ക്വാളിറ്റി പോലെ തന്നെ ഇതിൻ്റെ ഷേപ്പ് ഒരു കട്ട ഷേപ്പാണല്ലോ, ഒരു ഇഷ്ടി കട്ട പോലെയാണല്ലോ. അതുകൊണ്ട് തന്നെ ഇത് മീഡിയ കൺസെപ്ഷൻ വൺ ഓഫ് ദ ബെസ്റ്റ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ശരിക്കും നിങ്ങൾ വെച്ച് കഴിഞ്ഞാൽ മീഡിയ കൺസെപ്ഷൻ കാണാം. പ്രത്യേകിച്ച് നിങ്ങൾ ട്രാവലിംഗ് ഒക്കെ ആണെങ്കിൽ കിടിലനാണ്. സൗണ്ട് ക്വാളിറ്റിയും സൂപ്പറാണ്, ഒരൊന്നും പറയാനില്ല. നിങ്ങളോടേക്ക് അതിൻ്റെ റിവ്യൂ കാണാനൊക്കെ കണ്ടിട്ടായിരിക്കും. പിന്നെ നമുക്ക് പറയാനുള്ളത് ഇതിൻ്റെ ബാറ്ററി ബാക്കപ്പാണ്. ബാറ്ററി ബാക്കപ്പ് ആവറേജ് എന്നേ പറയാനുള്ളൂ. പ്രത്യേകിച്ച് നമ്മുടെ നവംബർ അപ്ഡേറ്റിന് ശേഷം ചെറുതായിട്ട് ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഫാസ്റ്റ് ചാർജിങ് 45 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ടാണ് വരുന്നത് PD. അപ്പോൾ അതിന് നമുക്ക് സെപ്പറേറ്റ് എന്തായാലും വേറെ കേബിളും വേണ്ടി വരും, അഡാപ്റ്ററും വേണ്ടി വരും. ഇതിൻ്റെ കൂടെ കിട്ടുന്ന കേബിൾ 25 വാട്ട് സപ്പോർട്ട് ചെയ്യുള്ളൂ ബോക്സിൽ വരുന്ന കേബിൾ. അപ്പോൾ 45 വാട്ടിന് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സെപ്പറേറ്റ് വേറെ വാങ്ങിക്കേണ്ടി വരും. പിന്നെ ക്യാമറ കിടിലാണ്, ഒരു രക്ഷയില്ല. അപ്പോൾ നിങ്ങളത് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമൊന്നുമില്ല. സൂമിങ് ആയിക്കോട്ടെ, വീഡിയോ ആയിക്കോട്ടെ, നമുക്ക് അപ്ഡേറ്റിന് ശേഷം ഇമ്പ്രൂവ് ആയെന്ന് വേണമെങ്കിൽ പറയാം. കുറേ പേരുടെയൊക്കെ ഡിഗ്രേഡേഷൻ വരുന്നുണ്ടെന്ന് പറയുന്നത്, പക്ഷേ അത് എല്ലാവർക്കും വരുന്നില്ല കേട്ടോ, ചിലവർക്ക് മാത്രമേ വരുന്നുണ്ടാകുന്നുള്ളൂ. എനിക്ക് പക്ഷേ എൻ്റെ S23 ആയിക്കോട്ടെ, S23 അൾട്രാ ആയിക്കോട്ടെ, അപ്ഡേറ്റിന് ശേഷം ക്യാമറയ്ക്ക് ഇഷ്യൂ ഒന്നും ഇതിലായിട്ട് വന്നിട്ടില്ല. പിന്നെ ഫിംഗർ പ്രിൻ്റ് ഫാസ്റ്റാണ്, കണ്ടോ ഫാസ്റ്റാണ്. പിന്നെ നിങ്ങൾക്കറിയായിരിക്കും ഇതിൻ്റെ ഡിസ്പ്ലേ ക്വാളിറ്റി ഞാൻ ഓൾറെഡി പറഞ്ഞ പോലെ തന്നെ ഇതൊരു ലൈവ് വാൾപേപ്പറാണ്. ബാറ്ററി ബാക്കപ്പും 1 ഡേ, ഒരു ഹെവി യൂസറൊക്കെ ആണെങ്കിൽ 1 ഡേ അല്ലെങ്കിൽ ഒരു എന്താ പറയുക ഷോർട്ട് 1 ഡേ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ഒരു ആവറേജ് യൂസറൊക്കെ ആണെങ്കിൽ എനിക്ക് ഓൾമോസ്റ്റ് ഒരു 1.5 ഡേ ഒക്കെ സുഖമായിട്ട് കിട്ടുന്നുണ്ട്, ഇഷ്യൂസ് ഒന്നുമില്ല. പിന്നെ ആദ്യമായിട്ട് നിങ്ങളൊരു അൾട്രാ സീരീസിലേക്ക് ഫോണിൽ മാറാൻ പോവുകയാണെങ്കിൽ ഷോപ്പിൽ പോയിട്ടൊന്ന് സാധനം പിടിച്ചു നോക്കിയിട്ട് മാത്രം വാങ്ങാട്ടോ. എന്ന് വെച്ചാൽ എനിക്ക് ആദ്യം സാധനം കയ്യിൽ കിട്ടിയപ്പോൾ അന്നൊരു ഇഷ്ടികട്ട പിടിക്കുന്ന പോലെയായിരുന്നു. പിന്നെ ഇതുകൊണ്ട് പോർട്ടബിലിറ്റി അല്ലെങ്കിൽ നമ്മൾ എടുത്തുകൊണ്ട് നടക്കാനും കുറച്ച് ഇഷ്യൂസ് ഉണ്ടായിരിക്കും. എന്ന് വെച്ചാൽ നമ്മുടെ എൻ്റെ പോക്കറ്റിലൊക്കെ കൊള്ളാനൊക്കെ ഭയങ്കര പാടാണ്. പ്രത്യേകിച്ച് ലേഡീസൊക്കെ എടുക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ബാഗിൽ തന്നെ വെക്കേണ്ടി വരും. ഇതല്ലാണ്ട് പാനിൻ്റെ പോക്കറ്റിലൊന്നും ഈ സാധനം കൊള്ളില്ല കേട്ടോ. പ്രത്യേകിച്ച് നിങ്ങൾ ഒരു കേസ് വിട്ടണമെങ്കിൽ പറയാൻ വേണ്ട. അതുകൊണ്ടാണ് ഞാൻ ഇത്ര സ്ലിം കേസ് ഇട്ടേക്കുന്നത്. അപ്പോൾ ഇപ്പോൾ പക്ഷേ ഞാൻ യൂസ്ഡ് ആയി. പക്ഷേ ഇനീഷ്യലി ഫസ്റ്റ് ഒരു 1 വീക്ക് ഭയങ്കര ഒരു ഡിഫറൻസ് ഉണ്ടായിരുന്നു. എന്ന് വെച്ചാൽ ഞാൻ നോർമലി ഉപയോഗിക്കാറുള്ളതൊക്കെ തന്നെ എന്താ പറയുക ചെറിയ ഫോണുകളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഭയങ്കര ഒരു ഡിഫറൻസ് വരുന്നുണ്ട്. ഒരു ഫാബ്ലറ്റ് ഇപ്പോൾ തന്നെ സാംസങ്ങിൻ്റെ S9 ടാബ്ലറ്റ് അതേപോലെ പിടിക്കുമ്പോൾ തോന്നുന്നുണ്ടായിരുന്നു. ഒരു ചെറിയ ഫാബ്ലറ്റ് പിടിക്കുന്ന പോലെയായിരുന്നു. പണ്ടുണ്ടാകുന്നല്ലോ ഫാബ്ലറ്റ് എന്ന് പറഞ്ഞ പരിപാടി ടാബ്ലറ്റിന് പകരം. അപ്പോൾ അതൊരു സംഭവം എനിക്ക് തോന്നിയത്.
പിന്നെ എന്താ നമുക്ക് പറയാനുള്ളത്, പെർഫോമൻസ് ഒരു കുഴപ്പമില്ല, ഈ സ്മൂത്താണ്, ഇതുമായിട്ട് ഒരു ഇഷ്യൂ വന്നിട്ടില്ല. ഗെയിമിങ് ഞാൻ അങ്ങനെ കളിക്കാറില്ല, പക്ഷേ നോർമൽ എല്ലാ ഗെയിമും പറ്റും. നിങ്ങൾക്കറിയാം സ്നാപ്ഡ്രാഗൺ 7 വരുന്നത് 12 GB 256 GB വേരിയൻ്റാണ് നമുക്ക് കിട്ടുന്നത് ഈ പ്രൈസിന്. അപ്പോൾ അതും കുഴപ്പമില്ലാത്തൊരു ബേസിക് ആയിട്ടുള്ള, ഇപ്പോൾ അത്യാവശ്യം വേണ്ട ഒരു സംഭവം തന്നെയാണ് 12 GB ഒക്കെ. അപ്പോൾ അതും ഇഷ്യൂസ് ഒന്നുമില്ല, ലാഗും സംഭവമൊന്നുമില്ല, മൾട്ടി യൂസിനും എല്ലാത്തിനും കൊള്ളാം, ഒരു ഇഷ്യൂസും ഇല്ല. 5G റിസപ്ഷനും ഒരു ഇഷ്യൂ ഇല്ല. ഞാൻ ആക്ച്വലി ആദ്യം ജിയോ ഉപയോഗിച്ചിട്ടാണ്, പിന്നെ നമ്മൾ എയർടെൽ ഉപയോഗിച്ചിട്ടാണ്. ഇപ്പോൾ ജിയോ ഉപയോഗിക്കുന്നുണ്ട്, BSNL ഉപയോഗിക്കുന്നുണ്ട്. രണ്ടിനും ഇഷ്യൂസ് ഒന്നുമില്ല. 2 സിം ഞാൻ ഇട്ടിരുന്നതിൽ രണ്ടിനും ഒരു ഇഷ്യൂസ് ഒന്നുമില്ല. 5G റിസപ്ഷൻ ആയിക്കോട്ടെ, കോളിംഗ് ക്വാളിറ്റി ആയിക്കോട്ടെ, എല്ലാം കിട്ടില്ലാണ്, ഒരു ഇഷ്യൂസും ഇല്ല കേട്ടോ, അതൊന്നും ഒരു ഇഷ്യൂസും ഇല്ല. പിന്നെ എടുത്തു പറയേണ്ട സംഭവമാണ് നമ്മുടെ ഈ S Pen. ഇത് നിങ്ങൾക്ക് യൂസ് വരുമെന്ന് അറിയില്ല, പക്ഷേ യൂസ് വരുന്നവർക്ക് ഈ സാധനം വൺ ഓഫ് ദ ബെസ്റ്റ് പരിപാടിയാണ്. ഞാൻ ആക്ച്വലി അഗ്രിമെന്റ്സ് കാര്യങ്ങളൊക്കെ ഈ സാധനം കൂടെ ചെയ്യുന്നത്. പറയുമ്പോൾ എൻ്റെ ടാബിലും ഉണ്ട് S Pen കണ്ടു, പക്ഷേ എന്നാലും കുറച്ചും കൂടി കോമ്പാക്റ്റ് ആണല്ലോ ഈ സാധനം, അപ്പോൾ അതുകൊണ്ട് ഭയങ്കര യൂസാണ്. അതുപോലെ തന്നെ നമുക്ക് ഈ സാധനം നമ്മുടെ ക്യാമറ റിമോട്ടൊക്കെ ആയിട്ട് ഉപയോഗിക്കാം. ഇതിലൊരു ബട്ടൺ ഉണ്ട്, അപ്പോൾ അങ്ങനെ കുറേ സംഭവമുണ്ട്. പിന്നെ നമുക്ക് കണ്ടു, അതൊക്കെ നല്ല ഒരു എക്സ്പീരിയൻസ് ആണ്. നിങ്ങൾക്ക് നോട്ട് ചെയ്താനും എഗ്രിമെൻറ്റ് സൈൻ ചെയ്യാനും അങ്ങനത്തെ ബിസിനസ് പർപ്പസുകൾക്കൊക്കെ ഈ സാധനം വൺ ഓഫ് ദി ബെസ്റ്റ് എന്ന് വേണമെങ്കിൽ പറയാം. അത് നിങ്ങൾക്ക് വേറെ ആക്ച്വലി സാംസങ്ങിൻ്റെ ഈ അൾട്രാ സീരീസിന് മാത്രമേ തന്നെ ഉള്ളൂ, വേറൊരു ഓപ്ഷനേ നിങ്ങൾക്കില്ല ഈ S Pen ആണെന്നുണ്ടെങ്കിൽ. അപ്പോൾ അത് ഇത് മാത്രമേ ഉള്ളൂ, അത് പറയാണ്ടിരിക്കാൻ വയ്യ. ബിൽഡ് ക്വാളിറ്റി കിടന്നാണ്, എന്തെങ്കിലും 2 വട്ടം കയ്യിൽ നിന്ന് വീണുന്നതാണ്, ഒരു ഇഷ്യൂസും വന്നിട്ടില്ല കേട്ടോ. കേസ് 2 കയ്യിൽ നിന്ന് വീണുന്നുണ്ടായിരുന്നു, എന്ന് വെച്ചാൽ അത്യാവശ്യം വലുതാണല്ലോ. പിന്നെ നമുക്ക് ഇതിൻ്റെ കർവ് കുറച്ച് സ്മൂത്താണ്, മറ്റേ S24 Ultra ആകുമ്പോൾ അത് കുറച്ച് ഫ്ലാറ്റ്, അതുകൊണ്ട് പിടിക്കാൻ ഗ്രിപ്പ് കുറച്ച് കൂടുതലുണ്ടാകും. ഇത് പക്ഷേ ഫ്ലാറ്റ് അല്ല. ഞാൻ വേണമെങ്കിൽ കേസ് കൂടി കാണിച്ചു തരാം. ഞാൻ വൈറ്റ് എടുക്കാനുള്ള കാരണം എന്ന് വെച്ചാൽ നമുക്ക് വൈറ്റ് എടുക്കുമ്പോൾ നമുക്ക് ഇതിൻ്റെ സൈഡ് ഫ്രെയിം സംഭവങ്ങളൊക്കെ ഒരു അലുമിനിയം ഫിനിഷാണ് കിട്ടുക. അപ്പോൾ അത് കുറച്ചും കൂടിയും ഒരു എസ്തെറ്റിക്കലി നല്ല ലുക്ക് വരുന്നുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ ഈ സിൽവർ ഫിനിഷ് ആയതുകൊണ്ടുകൂടി എല്ലാം കൂടി ഒരു ഫിനിഷ് നല്ലൊരു ലുക്ക് വരുന്നുണ്ട്, ഒരു പ്രീമിയം ലുക്ക് വരുന്നുണ്ട്. ഞാൻ പറഞ്ഞല്ലോ 2 വട്ടം കയ്യിൽ നിന്ന് വീണതാണ്, പക്ഷേ ഒരു ഇഷ്യൂസും വന്നിട്ടില്ല, ഈ ഡിസ്പ്ലേക്ക് വന്നിട്ടില്ല കേട്ടോ. അപ്പോൾ നല്ല ബിൽഡ് ക്വാളിറ്റി വരുന്നുണ്ട്. 2 സൈഡും നമുക്ക് വിക്ടസ് 2 പ്രൊട്ടക്ഷനാണ് വരുന്നത്. പക്ഷേ എന്തുകൊണ്ടായാലും നിങ്ങൾ സ്ക്രീനിൽ അറ്റ്ലീസ്റ്റ് മിനിമം ഒരു സ്ക്രീൻ ഗാർഡെങ്കിലും ഒട്ടിക്കാണ്, സ്ക്രാച്ച് വരാനൊക്കെ ചാൻസ് കൂടുതലാണ്. വിക്ടസ് 2 എന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല, അപ്പോൾ അത് ശ്രദ്ധിക്കാൻ മറക്കണ്ട. പിന്നെ വേറെ വൃത്തിയെടുത്ത് പറയാനുള്ള സംഭവങ്ങളൊന്നും ഇല്ല, ബാക്കിയൊക്കെ നിങ്ങൾക്ക് അറിയുന്നതാണ്. പുതിയ ഫോണൊന്നും അല്ലല്ലോ. 29,000 രൂപയ്ക്ക് നിങ്ങൾക്ക് ആക്ച്വലി ആമസോണിൽ ഇപ്പോൾ കിട്ടുന്നത്. ആ പ്രൈസിനായാലും നിങ്ങൾക്ക് ഇപ്പോൾ ഈ സാധനം നല്ല വർത്താണ്. നിങ്ങൾക്ക് പുതിയ ഫോൺ വേണമെന്നുണ്ടെങ്കിൽ പിന്നെ S25 സീരീസിലേക്ക് തന്നെ പോകേണ്ടി വരും. പക്ഷേ പ്രാക്ടിക്കലി നോക്കി കഴിഞ്ഞാൽ വലിയ ഡിഫറൻസ് ഒന്നും വരാൻ സാധ്യതയില്ല. അപ്പോൾ ആ പ്രൊസസ്സറിന് മാത്രമാണ് മെയിൻ ഡിഫറൻസ് വരുന്നത്. അതെന്തായാലും നിങ്ങൾക്ക് ഇപ്പോൾ സ്നാപ്ഡ്രാഗൺ 2 നിങ്ങൾ നോർമൽ യൂസ് ഒക്കെ ആണെങ്കിൽ വലിയ ഡിഫറൻസ് ഒന്നും അറിയാൻ പോകുന്നില്ല. പിന്നെ ഹൈ ഗെയിം കളിക്കുമ്പോൾ മാത്രമാണ് നമുക്ക് സ്നാപ്ഡ്രാഗൻ്റെ ലൈറ്റ് പ്രോസസ്സറിൽ ഡിഫറൻസ് കാര്യങ്ങളൊക്കെ കാണുന്നുള്ളൂ. പിന്നെ പ്രോസസ്സിംഗ് ഇപ്പോൾ ക്യാമറ പ്രോസസ്സിംഗ് ആയാലും ഇതിൽ വലിയ ലാഗും സംഭവമൊന്നും ഇല്ല കേട്ടോ. ഇനിയിപ്പോൾ ഭാവിയിൽ ഇപ്പോൾ ഞാൻ പറഞ്ഞില്ല, ഇത് ഓൾമോസ്റ്റ് നമുക്കിപ്പോൾ Android 15 ഇറങ്ങിക്കഴിഞ്ഞാൽ ഇനി 2 കൊല്ലത്തെ കൂടി അപ്ഡേറ്റ് കിട്ടും. അതാവുമ്പോൾ നമുക്ക് ഒരു 7 കൊല്ലത്തെ അപ്ഡേറ്റ് കിട്ടും. അങ്ങനെ കുറച്ച് ഡിഫറൻസുകൾ ഉണ്ടായിരിക്കും. പക്ഷേ S25 Ultra എന്തായാലും ഒരു 1,50,000 വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് ഡബിളാണ് പ്രൈസ് വരിക. അപ്പോൾ എനിക്ക് അത്ര അത് വാല്യൂ ഫോർ മണി ആയിട്ട് തോന്നുന്നില്ല. അപ്പോൾ എന്തായാലും S25 Ultra ഇറങ്ങുമ്പോൾ S23 Ultra അവർ നിർത്തും, എന്നിട്ട് S24 Ultra'യുടെ പ്രൈസ് കുറയ്ക്കും. പക്ഷേ എന്നാലും ഇത്രയും പ്രൈസ് കുറയാൻ S24 Ultra'യ്ക്ക് ചാൻസ് കുറവാണ്. മാക്സിമം പോയി കഴിഞ്ഞാൽ ഒരു 1 lakh ആക്കും, അത്രയാണ് ചാൻസ് ഉള്ളൂ. എന്നാലും നമുക്ക് ഓൾമോസ്റ്റ് ഒരു 30,000 രൂപ ഡിഫറൻസ് വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ആരെങ്കിലും S23 Ultra വാങ്ങിക്കാൻ നോക്കുന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ വാങ്ങിക്കാൻ മറക്കണം പറഞ്ഞിട്ടാ. അപ്പോൾ എന്തായാലും നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. നമ്മുടെ 2 ചാനൽ സമാനത്തിൽ പോയി കണ്ടുപോകുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, മനസ്സിലേക്ക് നമുക്ക് ഷെയർ ചെയ്യുക. എന്തായാലും സംശയങ്ങളിലേക്ക് എൻ്റെ കമൻറ്റ് ഇതായി നമ്മളെല്ലാവരും അടുത്ത വീലാണ്. ബൈ.